വേൾഡ് സ്കിസോഫ്രീനിക് ഡേ ആണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സെലിബ്രേറ്റിംഗ് ദി പവർ ഓഫ് കമ്മ്യൂണിറ്റി കൈൻഡ്നസ് എന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ് ഈ വർഷത്തെ സ്കിസോഫ്രീനിയ ഡേ എല്ലായിടത്തും നമ്മൾ കൊണ്ടാടുന്നത്. ഞാൻ ഇവിടെ പറഞ്ഞ പോലെ എല്ലാ മേഖലകളിലും ഇങ്ങനെ വെറുതെ കൈവെക്കും, ഒന്നും മുഴുമിപ്പിക്കാറുമില്ല. അങ്ങനെ ഞാൻ കഥ എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ 2 കഥകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ടായിരിക്കാം 2 കഥകളുടെയും പേരുകൾ മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആദ്യ കഥയുടെ പേര് പ്ലേഗ് എന്നായിരുന്നു. അത് പ്ലേഗ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കഥയാണ്. രണ്ടാമത് ഞാൻ എഴുതിയ കഥയുടെ പേര് സ്കിസോഫ്രീനിയ. എൻ്റെ ഒരു ആത്മമിത്രം ഉണ്ടായിരുന്നു. എനിക്ക് ആത്മമിത്രം പതുക്കെ പതുക്കെ സ്കിസോഫ്രീനിയയുടെ ലോകത്തേക്ക് പതുക്കെ പതുക്കെ കാലെടുത്ത് വെച്ച് അതിൽ പിന്നീട് തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ളൊരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കലാകാരനായിരുന്നു അദ്ദേഹം എങ്ങനെ ആ മാറ്റത്തിന് വിധേയമായി എന്ന് പറയുന്നൊരു കഥയാണ് സ്കിസോഫ്രീനിയ. അത് വായിച്ചാൽ സാധാരണക്കാർക്ക് പോലും എന്താണ് സ്കിസോഫ്രീനിയയുടെ ലക്ഷണങ്ങൾ, അതെങ്ങനെയാണ് വളരെ വലിയൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് ആ സുഹൃത്തിൻ്റെ ജീവിതത്തെ ഞാൻ ഇതിലൂടെ പ്രകാശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. അവന് എൻ്റെ കൂടെ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ സീനിയറായിട്ടായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷെ ഞാനുമായി വളരെ ആത്മബന്ധമുള്ള ആളാണ്. നല്ല നാടക നടനായിരുന്നു, നല്ല മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു. അദ്ദേഹം ചില സിനിമകളിലൊക്കെ അഭിനയിച്ചു. പക്ഷെ പതുക്കെ അദ്ദേഹത്തിന് അപ്പം തന്നെ ചില സംശയ രോഗം പോലെ എല്ലാവരെയും സംശയം. പിന്നെ കുറേ കഴിഞ്ഞ് അദ്ദേഹം ഡെലൂഷൻ, ഹാലൂസിനേഷൻ എന്നൊക്കെ പറയുന്ന സ്വന്തമായ ഒരു ലോകം ഉണ്ടാക്കി ആ ലോകത്തിൽ മാത്രം ജീവിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു. പിന്നെ ലോകം മുഴുവൻ തനിക്കെതിരാണ് എന്നുള്ളൊരു ധാരണയിലേക്ക് വരാൻ തുടങ്ങി. പിന്നെ അന്യഗ്രഹജീവികൾ തന്നെ പിന്തുടരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ഭാവനയിൽ വന്നിട്ടുള്ള കാര്യം. പക്ഷെ വലിയ ഒരു ഹാസ്യ നടനുകയായിരുന്നു. അപ്പം ഉള്ളിൽ ഈ ഷിസോഫ്രീനിയയിലും ധാരാളം തമാശകൾ ഇങ്ങനെ മനസ്സിൽ നിന്ന് തികട്ടി വരും. അപ്പം അദ്ദേഹത്തിൻ്റെ ആലോചനകളെല്ലാം ഈ ഒരു പറയുന്ന തമാശയും ചേർന്നിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ അക്രമാസക്തമാകാൻ തുടങ്ങി. ഒരിക്കലും അദ്ദേഹം എവിടെയോ വെച്ച് പ്രശ്നങ്ങളുണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി വീട്ടിലേക്ക്. പക്ഷെ ഓട്ടോറിക്ഷക്കാരൻ കുറച്ച് കഴിഞ്ഞിട്ട് ഈ കയറ്റി വിട്ട ആളുടെ തന്നെ തിരിച്ചു വന്നു. അദ്ദേഹം 2000 രൂപ മറ്റോ ആവശ്യപ്പെട്ടു ഈ ഓട്ടോക്കാരൻ. അപ്പോഴാണ് മനസ്സിലാകുന്നത് അദ്ദേഹം ഈ ഓട്ടോയുടെ പിൻസീറ്റിൽ ഇരുന്നിട്ട് ഓട്ടോയുടെ മുകളിലുള്ള അതിൻ്റെ കവറ് പുള്ളി വട്ടത്തിൽ കയറിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സീറ്റിൻ്റെ മുകളിൽ കയറിയിരുന്നത് പുള്ളി ആളുകൾക്ക് ഈ
പ്രധാനമന്ത്രിയൊക്കെ പോകുന്നവരിങ്ങനെ കൈ കാണിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ കയറ്റി വിട്ടവന് അവസാനം ഇതിന്റെ ഈ റെക്സിന്റെ പൈസയും കൂടി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ ഏത് സമയത്തും പുള്ളിയുടെ ഈ അക്രമ സ്വഭാവത്തിന്റെ ഇടയിലും പുള്ളിയുടെ ഈ തമാശകൾ കയറി വരും. പക്ഷെ എല്ലാവരും അദ്ദേഹത്തെ വെറുക്കുകയും കൂടെ നിർത്താൻ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ആ അസുഖം കൂടിക്കൂടി. അപ്പൊ ഏത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും അപ്പൊ ഞാനുമായി ഭയങ്കര ആത്മബന്ധമുള്ളതുകൊണ്ട് എനിക്ക് ഈ പ്രശ്നങ്ങൾ അറിയുന്നതുകൊണ്ട് ഏത് തിരക്കിനിടയിലും ഞാൻ അവൻ്റെ പേര് വിളിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് സൈലൻ്റ് ആവും, എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും. പക്ഷെ പിന്നീട് ഞാൻ അവനെ കാണുന്നത് കുതിരോട്ടം ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചതാണ്. അപ്പോഴേക്കും അവൻ്റെ ചേഷ്ടകളിലൊക്കെ ധാരാളം മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. ഒരേ കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ആളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അത് എത്തുകയും ചെയ്തു. ഇപ്പം അദ്ദേഹത്തിന് വീട്ടിൽ പുറത്തൊന്നും ഇറങ്ങാതെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്കിസോഫ്രീനിയ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ആത്മമിത്രവും എനിക്ക് നഷ്ടപ്പെട്ടു പോയ സൗഹൃദവും എന്നാലും ഇപ്പോഴും എന്നെ വിളിക്കും. ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ദിവസങ്ങളിൽ ഫോൺ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ മുദ്രാവാക്യം എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ്. കമ്മ്യൂണിറ്റി കൈൻഡ്നെസ് എന്ന് പറയുന്നത് സ്കിസോഫ്രീനിയ രോഗിയെ സംബന്ധിച്ചിടത്തോളം ആ അന്തരീക്ഷം അയാൾക്ക് അനുകൂലമാക്കി മാറ്റുക. എൻ്റെ സുഹൃത്തിനെ പറ്റിയത് അദ്ദേഹത്തിൻ്റെ കുടുംബം പോലും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കുറേ ജ്യേഷ്ഠന്മാരൊക്കെ ഉണ്ട്. ആ ജ്യേഷ്ഠന്മാർ പലരും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നില്ല. അവരൊക്കെ ഇവരൊരു അക്രമാസക്തി ആയ ഒരാളാണ് എന്നുള്ള രീതിയിലാണ്. അവസാനം സ്വന്തം ജ്യേഷ്ഠനെ ഇവനെ ആക്രമിക്കുന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ ഒന്ന് പ്രധാനം ഫാമിലി സ്കിസോഫ്രീനിയ രോഗിയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് എന്നാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് തന്നെയാണ് ഇതിൻ്റെ ചികിത്സയിൽ പ്രധാനപ്പെട്ട ഒന്നും. ആൻറ്റിസൈക്കോട്ടിക് മെഡിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ അതിന് പുറമെ അയാളെ കൗൺസിലിംഗ് എനിക്ക് തോന്നുന്നു കൗൺസിലിംഗ് ഏറ്റവും പ്രധാനം രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കൗൺസിലിംഗ് ആവശ്യമായിരിക്കുന്നത് രോഗിയേക്കാൾ. കാരണം ഈ രോഗിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് ഹാൻഡിൽ വിത്ത് കെയർ എന്നാണല്ലോ. അപ്പോൾ ഈ സോഷ്യൽ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത് പഴയ കാലത്ത് ഈ രോഗത്തിന് ഒരു പേരിടാത്ത കാലം ഉണ്ടായിരുന്നു. അവസാനം യൂഗൻ ബ്യൂലറാണ് ഇതിന് സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു രോഗമാക്കി അതിനെ നാമകരണം ചെയ്തു. ഇതിവിടെ പറഞ്ഞ പോലെ നമ്മളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇപ്പം ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ് കൊടുക്കുന്നതിന് പുറമെ അത്യാവശ്യമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ. ഒന്ന്, രോഗി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. കോഗ്നിറ്റീവ് സാധ്യമാകണമെന്നുള്ളതാണ്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പോലും സാധ്യമാകാത്ത രീതിയിൽ അവരവരുടെ വാതിലുകളെല്ലാം കുട്ടി അടക്കുന്നൊരവസ്ഥ വിശേഷമുണ്ടാകും. പക്ഷെ ഇതിലൊക്കെ എനിക്ക് എൻ്റെ ഈ സുഹൃത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മുടെ അവരോടുള്ള ബിഹേവിയറിൽ നമ്മളുടെ ഒരു കാരുണ്യത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അവൻ്റെ ലോകം നമുക്ക് മാറ്റി മറിക്കാൻ പറ്റും.
ഞാനും അവനും ഒരിക്കലും എൻ്റെ വീട്ടിൻ്റെ വരാന്തയിൽ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഒരു പോസ്റ്റ്മാൻ എനിക്ക് കത്തുമായിട്ട് വന്നു. അപ്പം എന്നോട് ചോദിച്ചു അതാരാണ്? ഞങ്ങളുടെ പോസ്റ്റ്മാൻ കത്തുമായിട്ട് വന്നു. അല്ല, അത് CIA ഏജൻ്റാണ്. ഞാനിവിടെ എന്ത് നടന്നിട്ട് വന്നിട്ടുള്ളത്. അപ്പം അവന് ചുറ്റും ഒരു വലിയ സംഘം അവൻ ആക്രമിക്കാനായി മറ്റ് എക്സ്ട്രാ ടെറസ്ട്രിയലായിട്ടുള്ള ആളുകളൊക്കെ അവന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ നോക്കുമ്പോൾ ആകാശത്തു നിന്നും ഒരു എക്സ്ട്രാ ടെറസ്ട്രിയലായിട്ടുള്ള ഒരാൾ കൈയുടെ ഇങ്ങനെ ഞെട്ട് പൊട്ടിക്കുന്നു. അത് പൊട്ടിക്കുമ്പോൾ ഒരു കൈ ഹോണ്ട ഇങ്ങനെയൊക്കെയുള്ള ഒരു ലോകമാണ്. അപ്പോൾ പറയുന്നത് അവൻ കൈ ഞെട്ട് പൊട്ടിക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഹോണ്ട വരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഷിസോഫ്രീനിയയുടെ ലോകം എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഭാവനയാണ് ഞാൻ സൂചിപ്പിച്ചത്. അവരുടെ ഭാവന ഈ ചിറകുകളില്ലാതെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാവനയിലേക്കാണ്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കി അവനോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനനുസരിച്ച് അയാളെ നമുക്ക് വളരെ കൂളാക്കാൻ സാധിക്കും. പക്ഷെ നമ്മളുടെ സൊസൈറ്റി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെയുള്ള ആളുകളെ ഇറിറ്റേറ്റ് ചെയ്ത് ഷിസോഫ്രീനിയെ എത്ര അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ പരീക്ഷണം നടത്തുന്ന സൊസൈറ്റിയുടെ ഇടയിൽ ഒരുത്തം പെട്ടുപോയി കഴിഞ്ഞാൽ അവന് തിരിച്ചെടുക്കാൻ പറ്റാത്ത വണ്ണമാണ് അവൻ അതിലേക്ക്. ഇവിടെ ഡോക്ടർ പറയുകയുണ്ടായി, നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ ഇതിനെ ഒരു 30% ആളുകളെങ്കിലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ സൈക്കോളജി വിദ്യാർത്ഥികളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നഴ്സിംഗ് ഒക്കെ ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഈ റീഹാബിലിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. ഈ കേന്ദ്രം തന്നെ, ഈ തണൽ എന്ന് പറയുന്ന ഈ കേന്ദ്രം തന്നെ ഒരു സൈക്കാട്രിക് റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്. ഇത് ഇത്രയും വളർത്തിയെടുക്കാൻ ഒരു സംഘം ആളുകൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദി കമ്മ്യൂണിറ്റി കൈൻഡ്നെസ് എന്ന് പറയും. അപ്പം സ്കിസോഫ്രീനിക് ഡേയുടെ ഇന്നത്തെ സന്ദേശം അവരാലോചിക്കുന്നതിന് മുമ്പേ പറഞ്ഞ് അത് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ള ഈ തണൽ റീഹാബിലിറ്റേഷൻ സെൻ്ററിന് ഞാൻ 100 അഭിവാദ്യങ്ങൾ നേരാൻ ഈ സന്ദർഭം വളരെ സന്തോഷത്തോടുകൂടി ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി.